ഇന്ന് നമ്മുടെ യാത്ര ചൊക്കനിരിക്കണം കേട്ടോ. മഴക്കാലമായതുകൊണ്ട് തന്നെ പോണൊക്കെല്ലാം മഴ കിട്ടിയായിരുന്നു. പിന്നെ മേച്ചറാഴ പോയത്. പിന്നെ രാവിലെ കുറച്ച് വൈകിക്കൊണ്ട് കോടയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെട്ടിക്കുളത്തിലെ ആ മരങ്ങളും ആ ഡിപ്പോ കാണുന്നതിന് പ്രത്യേക ഒരു ഭംഗിയാണ്. മഴയൊക്കെ പെയ്ത ആ ഒരു നല്ലൊരു കളറിൽ നിൽക്കണ്ടായിരുന്നു. പച്ചപ്പും പ്രകൃതി ഭംഗിയായിരുന്നു നമ്മുടെ യാത്രയുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ജീപ്പാരം പോകണ്ടായിരുന്നു. ആ ജീപ്പാരം നമ്മുടെ വളവെത്തിയപ്പോൾ പുള്ളി നിർത്തിയപ്പോൾ നമ്മളോട് ചോദിക്കാനായിരുന്നു. പിന്നെ ആൾ കൈ കാണിച്ച് കയറിപ്പോൾ കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു. അങ്ങനെ ഞാൻ ചൊക്കനേക്ക് പോണ വഴിയിലേക്ക് കയറി. അപ്പോൾ അവിടെ നിന്നൊരു വ്യൂ പോയിന്റാണത്, മുകളിൽ നിന്നുള്ള വ്യൂ. അവിടെ മലകളും പിന്നെ നല്ല പച്ചപ്പ് കേട്ട അടിപൊളി സ്ഥലം. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ ചൊക്കനെ ആ ഒരു ഏരിയയിലേക്ക് എത്തി. നമ്മൾ പോണ വഴിക്കൊക്കെ ഈ ഫോറസ്റ്റുകാരുടെ പ്രത്യേക നിർദ്ദേശങ്ങളായ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും റബ്ബർ എസ്റ്റേറ്റാണ്. റബ്ബർ എസ്റ്റേറ്റിലെ പണിക്കാരും കാര്യങ്ങളൊക്കെ കൂടുതലും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ കണ്ടത് ഒരു ഗ്രൗണ്ട് ഗോൾ പോസ്റ്റും കളി നടക്കുന്നുള്ളതാണ് അവിടെ. എന്നാലും എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ വേൾഡ് കപ്പ് ആയതുകൊണ്ട് വിവിധ ടീമുകളുടെ ഫ്ലെക്സുകളൊക്കെ വെച്ചിട്ടുണ്ടോ. ബ്രസീൽ, അർജൻറ്റീന, പോർച്ചുഗലൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. റോഡ് പോണതിൻ്റെ രണ്ട് സൈഡിലും റബ്ബർ എസ്റ്റേറ്റാണ്. പിന്നെ റോഡിലൊന്നും ആരും കാണാൻ പറ്റില്ല കേട്ടോ. അധികം ആൾക്കാരും അങ്ങനെ സഞ്ചാരം കുറവായിരിക്കും. ഇടയ്ക്കൊക്കെ കുറേ പോയാൽ പോയി. പിന്നെ ഉള്ളത് ഈ ചായക്കട നമ്മൾ കണ്ടത്. കുറേ ഏരിയ കഴിഞ്ഞിട്ട് പോരുമ്പോൾ ഈ ചായക്കട. എസ്റ്റേറ്റിലെ പണിക്കാർക്കും ബാക്കിയുള്ളവർക്കും ഈ കട ഒരു ആശ്രയം തോന്നുന്നു. കാരണം ടൗണിലേക്ക് പോയാൽ പിന്നെ ഒരു കടകളുള്ളൂ. പിന്നെ ഇതാ എസ്റ്റേറ്റിൻ്റെ തന്നെ ഒരു ഷെഡ് കേട്ടോ, സ്റ്റാഫിനൊക്കെ വേണ്ടിയുള്ളത്. അതിൻ്റെ ബാക്കിലത്തെ ആ ഒരു മലകളുടെ ഒരു ഇതും പച്ചപ്പും കളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും കണ്ട് തന്നെ നമ്മളത് ഫീൽ ചെയ്യണം. ഇവിടുത്തെ റബ്ബർ എസ്റ്റേറ്റും അതിലെ പോകുന്ന റോഡും കാണാൻ നല്ല പ്രത്യേക ഒരു ഭംഗിയാണ്. പച്ചപ്പും മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു ആംബിയൻസാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന പുഴ, അതൊരു പ്രത്യേക ഭംഗിയാണ്. പുഴയ്ക്കപ്പുറം ഈ ഒരു ഭാഗത്തായിട്ട് പണിക്കാർ മരം മുറിക്കുന്നുണ്ടായിരുന്നു മെഷീൻ ഉപയോഗിച്ച്. കാട്ടാനയുടെ ഒരു മെയിൻ സ്പോട്ടാണ് ഈ ചൊക്കന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും വൈദ്യുത വേലി നമ്മൾ കാണാം. ഇപ്പോൾ ഈ ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ളും വൈദ്യുത വേലിയാണ്. ചുറ്റും ഇങ്ങനെ രണ്ട് സൈഡിലും വൈദ്യുത വേലിയുണ്ട്. ഇതിലിടയ്ക്ക് അതുപോലെ തന്നെ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകും. ബൈക്കായാലും എന്തെങ്കിലും ചെറിയ വാഹനങ്ങൾ, അതുപോലെ തന്നെ പിക്കപ്പ് വാനൊക്കെ ആണെങ്കിലും ഇതിൽ പോകണം കാണാം. ഞങ്ങൾ ഈ എത്തിപ്പിച്ചതിന് മഴ ചാറിയായിരുന്നു. ഞങ്ങൾ പിന്നെ കോട്ട് ഇട്ടില്ല. പിന്നെ ഹെൽമെറ്റ് ഊരാണ്ട് ഇങ്ങനെ നടന്നു ഞങ്ങൾ പതുക്കെ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ വനം വകുപ്പിൻ്റെ വാണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ നിയമം ലംഘിച്ച് കിടക്കുകയാണെങ്കിൽ 5 വർഷമേ തടവുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ വരാണെങ്കിൽ തന്നെ നമുക്കിതൊക്കെ കാണാനേ നമുക്ക് പറ്റുള്ളൂ. അവിടേക്ക് ഇറങ്ങാനും നമുക്കൊന്നും പെർമിഷൻ ഇല്ല. കാരണം എസ്റ്റേറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു നിയമലംഘനമാണ്. സെക്ഷൻ 27 പ്രകാരം 5 വർഷം തടവാണ്. നമ്മൾ നേരത്തെ കണ്ട പുഴ തന്നെയാണിത്. നമ്മളതിനെ കറങ്ങിങ്ങനെ പോന്നു. കറങ്ങിങ്ങനെ വരുമ്പോൾ ഒരു പാലം കാണാം. പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമാണ്. ഇപ്പോൾ ലോകകപ്പായതുകൊണ്ട് പിന്നെ ടീമുകാരുടെ കൊടിയും കാണലൊക്കെയാണ് പാലത്തുമ്പോൾ. ഇപ്പോൾ സമയം അതാണ് ഉച്ച കേട്ടോ. ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. രണ്ടുപേരും അവിടെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്നു, പുല്ലുവെട്ടുകാരാണ്. പിന്നെ അവർ ഫുഡ് കഴിക്കണമെന്ന് തോന്നുന്നു. ആ പാലം കടന്നാണ് പോകണ്ടായിരുന്നു. പിന്നെ ഈ സൈൻ ബോർഡ് വെള്ളിക്കുളങ്ങര കോടാലി, ഞങ്ങൾ ആ ഭാഗത്ത് നിന്ന് വന്നത്. പിന്നെ ചിമ്മിണി ഡാം തൃശ്ശൂർ, മലമ്പതി, അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ചിമ്മിണി തൃശ്ശൂർ ആ റൂട്ടാണ് കേട്ടോ, ആ വണ്ടി പോണത്. പിന്നെ ഏരിയയിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് കുറച്ച് മയിലുകൾ അതിന് മുകളിൽ ഇരിക്കണ്ടായിരുന്നു. ഒരു പഴയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ. അതും പുഴയോട് ചേർന്ന് തന്നെ. ചൊക്കന എന്ന് പറയുമ്പോൾ പണ്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ ആ തൂക്കുപാലമാണ്, പഴയ തൂക്കുപാലം മരത്തിൻ്റെ. പക്ഷെ അവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചേക്കാണ് ഗവൺമെൻറ്.
പിന്നെ എസ്റ്റേറ്റ് ഭൂമിയിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അവിടെ പോയി നോക്കിയായിരുന്നു. നിരോധന മേഖല ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല, ജസ്റ്റ് അതിൻ്റെ അടുത്ത് നിന്ന് കണ്ടിട്ട് പോന്നു. ലെമൺ KV ലൈനാണ് അത്, വെള്ളിക്കുളങ്ങര ചൊക്കന ബോർഡർ എന്ന് എഴുതിയേക്കണത്. മഴക്കാലം കൊണ്ട് തന്നെ ചൊക്കനയിൽ ഇപ്പോൾ നല്ല പച്ചപ്പും കാറിലൊക്കെ ഉണ്ട്. പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇപ്പോൾ ചൊക്കന കാണാനായിട്ട്. പിന്നെ അവിടെ കണ്ടൊരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. അത് ജസ്റ്റ് പാറമുടി വെള്ളം ഒഴുകി തന്നെ, അധികം വെള്ളം ഉണ്ടായിരുന്നില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്ത് വീടൊക്കെ ഉണ്ട് കേട്ടോ, കാണുന്നില്ല. പിന്നെ ഇവിടെ കുറേ ഏരിയയിൽ വീടൊന്നുമില്ല, കുറേ ഏരിയയിൽ വീടുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ മേളിലായിട്ട് കുറേ വീടുകൾ കാണാം നമുക്ക്. ഈ ഒരു ഭാഗമൊക്കെ ജനവാസ മേഖലയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് പിന്നെ വീടൊന്നുമില്ല, പിന്നെ ഇവിടെ നിന്നാണ് ഫോറസ്റ്റ് ഏരിയ ആണ്. ശരിക്കും വഴിക്ക് പോകുമ്പോൾ ശരിക്കും പേടിയാവും. നമുക്ക് ഈ ഭാഗത്തൊന്നും ആരും ഉണ്ടാവില്ല. ഈ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്, കാട്ടാന പോണ ആ ഒരു വഴിയാണത്. ശരിക്കും ഈ ഭാഗത്ത് നല്ല പേടിയായിരുന്നു, കാരണം നല്ലൊരു ഉൾക്കാടാണ്. കാരണം ആനയൊക്കെ വന്ന് നമുക്ക് വേറൊരു വഴിയില്ല നമുക്ക് രക്ഷപ്പെടാനായിട്ട്. തൂക്കുപാലം കാണാനാണ് നമ്മൾ മെയിനായിട്ട് ചൊക്കനയ്ക്ക് പോയത്. ഇന്നലെ കാണാൻ പറ്റി. മറ്റൊരു വീഡിയോ കാണാം. ബൈ.